പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ സ്വർണ്ണ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികമാരും അറിയുന്നില്ല. നികുതി ഇനത്തിൽ ഖജനാവിലെത്തേണ്ട കോടികളാണ് സ്വർണ്ണ കച്ചവടക്കാർ വെട്ടുന്നത്. ബില്ലില്ലാതെ സ്വർണം വാങ്ങുന്നതിലൂടെ ഉപഭോക്താക്കളും കബളിപ്പിക്കപ്പെടുന്നു. നാടിന്റെ വികസനത്തിനുതകേണ്ട കോടിക്കണക്കിന് രൂപയാണ് സ്വർണ്ണ കച്ചവടക്കാർ നഷ്ടപ്പെടുത്തുന്നത്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. പ്രതിദിനം കോടികളുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ ഈ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികമാർക്കും അറിയില്ല. നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് എത്തേണ്ട കോടികളാണ് പല രീതിയിൽ സ്വർണ്ണക്കച്ചവടക്കാർ വെട്ടിക്കുന്നത്. ഫലമോ നാടിൻ്റെ വികസനത്തിനുതകേണ്ട പണം നഷ്ടമാകുന്നു എന്നതും. കായംകുളത്തെ പ്രമുഖ ജ്വല്ലറികളിൽ ഒന്നാണ് അറേബ്യൻ. പ്രതിദിനം ലക്ഷങ്ങളുടെ കച്ചവടം പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വെട്ടിച്ച് ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി. കല്യാണ പാർട്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ അറേബ്യൻ ജ്വല്ലറിയിൽ എത്തിയത്. ഒരു വളയും 2 നെക്ലേസും ഉൾപ്പെടെ 46 ഗ്രാം സ്വർണം വാങ്ങി. പണിക്കൂലി ഉൾപ്പെടെ 1,68,328 രൂപ ബില്ലടിച്ചു. പിന്നീട് ഡിസ്കൗണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ തുക വീണ്ടും കുറഞ്ഞ് 1,55,300 രൂപയായി. ഇതിനു പുറമെ 3% GST കൂടി നൽകണമെന്ന് കടക്കാർ ആവശ്യപ്പെട്ടു. അത് ഏകദേശം 5,000 രൂപയോളം വരും. എങ്കിൽ സ്വർണം വേണ്ടെന്നായി ഞങ്ങൾ. GST ഒഴിവാക്കി നൽകുന്ന കടകൾ ധാരാളമുണ്ടെന്ന ഞങ്ങളുടെ വാക്കുകൾക്ക് കീഴടങ്ങി ഖജനാവിലേക്ക് എത്തേണ്ട GST ഒഴിവാക്കി നൽകി അറേബ്യൻ ജ്വല്ലറി. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, യഥാർത്ഥ ബില്ലിന് പകരം എസ്റ്റിമേറ്റ് ബില്ല് നൽകാനാവൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചതോടെ 1,55,300 രൂപയ്ക്ക് 46 ഗ്രാം സ്വർണം. ബില്ലിനകത്ത് ഇപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനവും ഇവിടെ വെച്ചിരിക്കുന്ന സാധനവും മാർക്ക് ചെയ്തത്. ബില്ലുമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിലിരിക്കുന്ന സാധനം പേയ്മെന്റ് ബാലൻസ് അടച്ചു കഴിയുമ്പോൾ ആയിട്ടും വരും. ഷോപ്പിന്റെ ഇതിന്റെ പേരിലാണ്. ഷോപ്പിന്റെ പേര് വേണമെങ്കിൽ സാധനം 3% GST ബില്ല്. ഷോപ്പിന്റെ പേര് ഇങ്ങനെയാണ് ബില്ല് വേണ്ടത്. അങ്ങനെയും ബില്ല് വരുന്നത് എസ്റ്റിമേറ്റഡായിട്ട് അല്ലാതെ ഇതിപ്പോൾ GST അടച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവും വരാനില്ലെന്നായിരുന്നു അവരുടെ ഭാഷ്യം. ഫലത്തിൽ ഒരു ചെറിയ കച്ചവടത്തിലൂടെ സർക്കാർ ഖജനാവിന് നഷ്ടം 5,000 രൂപ. മാത്രമല്ല, ലക്ഷങ്ങൾ മുടക്കി ബില്ലില്ലാതെ വാങ്ങുന്ന സ്വർണത്തിന്റെ മാറ്റ് കുറഞ്ഞാലോ മറ്റ് തകരാറുകൾ സംഭവിച്ചാലോ കടക്കാർ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുക ഭോക്താവിനാകും എന്നതും ഉറപ്പ്. കേരളത്തിലെ സ്വർണ്ണ കച്ചവടത്തിന്റെ നേർസാക്ഷ്യമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വ്യാപകമായി GST വെട്ടിച്ചാണ് പല കടകളും സ്വർണം വിൽക്കുന്നത്. പ്രതിദിനം ഖജനാവിന് കോടികളുടെ നഷ്ടവും. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം KG ദിനകർ. കായംകുളം അറേബ്യൻ ജ്വല്ലറി മാത്രമല്ല ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത്. കേരളത്തിൽ വ്യാപകമായി വമ്പന്മാരായ സ്വർണ്ണക്കച്ചവടക്കാർ, വലിയൊരു വിഭാഗം സ്വർണ്ണക്കച്ചവടക്കാർ ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിലേക്കൊക്കെ വിശദമായി പോകാം. ആദ്യം കായംകുളം അറേബ്യൻ ജ്വല്ലറി നടത്തിയ തട്ടിപ്പ് ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത്. വിവരങ്ങളുമായി KG ദിനകർ ചേരുകയാണ്. ദിനകർ, ഒരുപക്ഷെ താങ്കളുടെ വാർത്തയിൽ സമഗ്രമായി കണ്ടു നികുതി വെട്ടിപ്പിന്റെ ആഴം, ഒപ്പം ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതിന്റെ ആഴം. എന്തൊക്കെയാണ് കൂടുതലായി നൽകാനുള്ളത്? അജിംഷാദ്, ഇത് കേവലം അറേബ്യൻ ജുവലറിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. സ്വർണ്ണ കച്ചവടക്കാരിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിൽ വലിയ വെട്ടിപ്പ് നടത്തുന്നുണ്ട്. അത് ഖജനാവിലേക്ക് എത്തേണ്ട പണം ആണ് എന്നുള്ള വസ്തുതയാണ് നമ്മുടെ ഒളിക്യാമറയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേവലം 1-2 ജ്വല്ലറികളിൽ മാത്രമായി ആയിരുന്നില്ല നമ്മുടെ ഒളിക്യാമറ ഓപ്പറേഷൻ. അത് തെക്ക് മുതൽ വടക്ക് വരെ വിവിധ ജ്വല്ലറികളിൽ നമ്മൾ ഇത്തരത്തിൽ ഓപ്പറേഷൻ നടത്തുകയുണ്ടായി. അവിടങ്ങളിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള വലിയ വെട്ടിപ്പ് നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രതിദിനം കോടിക്കണക്കിന് രൂപയുടെ കിലോ കണക്കിന് സ്വർണമാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. അതിലൂടെ ഖജനാവിലേക്ക് എത്തേണ്ട സ്വർണം എന്നതിലപ്പുറം ഈ വാങ്ങുന്ന ഉപഭോക്താക്കളെ കൂടി കബളിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ വിൽപ്പന നടക്കുന്നത്. പല ജ്വല്ലറികളിലും വിൽപ്പന നടക്കുന്നത് എന്ന വസ്തുത ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനപ്പുറം നല്ല രീതിയിൽ, വളരെ മികച്ച രീതിയിൽ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ജ്വല്ലറികളും ഉണ്ട് എന്നതും നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഭൂരിപക്ഷം കടകളിലും ഇത്തരത്തിൽ വലിയ വെട്ടിപ്പ് നടക്കുന്നുണ്ട്. അതിലൂടെ ഉപഭോക്താക്കളും കബളിപ്പിക്കപ്പെടുന്നു എന്ന വസ്തുതയാണ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്.
ഞങ്ങൾ ഒരു വിവാഹ പാർട്ടി എന്നുള്ള രീതിയിലാണ് ഈ കടയിലേക്ക്, കായംകുളത്തെ അറേബ്യൻ ജ്വല്ലറിയിലേക്ക് കടന്നു ചെല്ലുന്നത്. തുടർന്ന് 46 ഗ്രാം സ്വർണം ഞങ്ങൾ അവിടെ നിന്നും നമ്മൾ വാങ്ങുകയുണ്ടായി. അത് 1,55,300 രൂപയാണ് ബില്ല് അടിച്ചത്. അവസാനം ഡിസ്കൗണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഡിസ്കൗണ്ട് നൽകുകയും ചെയ്തു. തുടർന്ന് GST അടക്കേണ്ടി വരും, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുള്ള നികുതി എത്ര രൂപയാകും എന്ന് ചോദിച്ചപ്പോൾ അത് 3% വെച്ച് ഏതാണ്ട് 8,000 രൂപയോളം അല്ലെങ്കിൽ 6,000 രൂപയോളം വരും എന്ന മറുപടിയാണ് അവർ നൽകിയത്. ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് അത് കുറച്ചു തരണം, നമ്മുടെ ടീം നമ്മൾ എത്തുകയും നമ്മളത് കുറച്ചു നൽകണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വച്ചു. അവർ ആദ്യം തയ്യാറായില്ല എങ്കിലും ഞങ്ങൾ കടയിൽ നിന്നും ഇറങ്ങാൻ തയ്യാറായി. ഈ സമയത്ത് അവർ ഞങ്ങളെ വീണ്ടും സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് അത് കൃത്യമായി ഈ GST ഇല്ലാതെ തന്നെ സ്വർണം നൽകാം എന്ന് അവർ അറിയിക്കുകയായിരുന്നു. അതേസമയം ബില്ല് നൽകാൻ കഴിയുകയില്ല എന്നും അവർ വ്യക്തമാക്കി. ആ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾ സ്വർണം വാങ്ങി. തുടർന്ന് അതായത് സർക്കാരിന് നഷ്ടം, ഖജനാവിന് നഷ്ടം, അത് പൊതുജനത്തിന് അതിലൂടെ ഉണ്ടാകുന്ന വലിയ നഷ്ടം. അതിനപ്പുറം ഈ ബില്ലില്ലാതെ നൽകുന്ന സ്വർണമായതുകൊണ്ട് തന്നെ ഇവർ തിരികെ ഈ സ്വർണം എടുക്കാൻ മടി കാണിക്കും. അതോടൊപ്പം ഈ സ്വർണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ, അതല്ല 916 ആണ് ഇപ്പോൾ ഭൂരിപക്ഷം കടകളിൽ വിൽക്കപ്പെടുന്നത്, ആ സ്വർണം വിൽക്കപ്പെടുമ്പോൾ അതിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ട് എങ്കിൽ ബില്ലില്ലാതെ വിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സ്വർണം തിരികെ വാങ്ങുമോ എന്ന സംശയം തീർച്ചയായും ദിനകർ, കായംകുളം അറേബ്യൻ ജുവല്ലറി നടത്തിയ ഈ വെട്ടിപ്പാണെങ്കിൽ മധ്യ കേരളത്തിൽ മറ്റൊരു സ്വർണ്ണ വ്യാപാരിയാണ് ഇത്തരത്തിൽ കബളിപ്പിക്കൽ നടത്തുന്നത്. തീർച്ചയായും ഡിജോ കാപ്പൻ, അജിത് ലോറൻസ്, ലാൽകുമാർ, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് എന്നിവർ, മാർട്ടിൻ എന്നിവർ നമ്മുടെ ചർച്ചയിൽ പങ്കാളികളായി ചേരുകയും ചെയ്യും. ഇനി മധ്യ കേരളത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തുവിട്ട വാർത്തയിലേക്ക് പോകാം. മധ്യ കേരളത്തിലും സ്വർണ്ണ വ്യാപാര മേഖലയിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത നികുതി വെട്ടിപ്പെന്ന് ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഭൂരിഭാഗം ജുവല്ലറികളിലും ബില്ലോ GSTയോ യഥാർത്ഥ കണക്കോ ഇല്ല. പുതിയ ആഭരണങ്ങൾ വിൽക്കുമ്പോഴും പഴയ സ്വർണം വാങ്ങുമ്പോഴും കണക്കിൽ ഉൾപ്പെടാതെ വൻ നികുതി വെട്ടിപ്പാണ് ചില ജുവല്ലറികൾ നടത്തുന്നത്. പെരുമ്പാവൂരിലെ നക്ഷത്ര ജുവല്ലറിയിൽ കൈരളി പീപ്പിൾ TV ന്യൂസ് റിപ്പോർട്ടർ സാലി മുഹമ്മദ് നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക് പോകാം. ഇനി ശാലകൾ കേന്ദ്രീകരിച്ച് വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്നറിഞ്ഞാണ് അന്വേഷണത്തിനായി ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നത്. തട്ടിപ്പിന്റെ വഴികൾ നേരിട്ടറിയുക തന്നെയാണ് ലക്ഷ്യം. വിശ്വാസ്യതയ്ക്കായി ഒരു കുടുംബത്തെയും ഒപ്പം കൂട്ടിയാണ് ഞങ്ങൾ കടയിലെത്തിയത്. ഒരു നെക്ലേസും ഒരു വളയും വാങ്ങി. രണ്ടും ചേർത്ത് 59.74 ഗ്രാം. ഗ്രാമിന് 3080 രൂപ പ്രകാരം 1,83,399 രൂപയാണ് ആഭരണത്തിന്റെ ആകവില. 16% പണിക്കൂലിയും ചേർത്ത് 2,13,439 രൂപയാകും. കൈവശമുണ്ടായിരുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ കടക്കാരന് നൽകിയപ്പോൾ 49,280 രൂപ കുറച്ചു. വിലപേശലിനൊടുവിൽ പണിക്കൂലിയും ഡിസ്കൗണ്ട് ലഭിച്ചു. ബാക്കി 1,44,000 ക്യാഷ് കൗണ്ടറിലടച്ച് ഞങ്ങൾ ആഭരണങ്ങൾ കൈപ്പറ്റി. കടയുടെ പേരോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്താത്ത ഒരു ബില്ലാണ് ലഭിച്ചത്. നിയമപ്രകാരം നൽകേണ്ട ബില്ല് നൽകുകയോ GST കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. വിലപേശലിനിടയിൽ ബില്ലില്ലാതെ GST ഒഴിവാക്കി തരാമെന്ന് ജീവനക്കാരൻ വാഗ്ദാനം ചെയ്തിരുന്നു. കടയുടെ മാനേജറുടെ സമീപം ചെന്നപ്പോഴും ഇത് തന്നെ ആവർത്തിച്ചു. GST നൽകേണ്ട, വിത്തൗട്ടായി സ്വർണം നൽകാം. 3% GST ഏത് കടക്കാരും അതെന്താ പറയുക സൈലന്റ് ആണ്. കാരണം നമ്മൾ വോട്ടർ ബാങ്ക് നമ്മൾ കൊടുക്കുന്ന കേസാണല്ലോ. മാത്രമല്ല ആലുവയല്ല അങ്കമാലി എവിടെയാണെങ്കിലും ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നിലവിൽ നമ്മളിപ്പോൾ വലിയ വിഷയമില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമില്ല, ഒരു ഏപ്രിൽ മുതൽ നമ്മളും മസ്റ്റ് GST ആവും. GST നിയമപ്രകാരം സ്വർണ്ണാഭരണത്തിന് നികുതി 3%. ഈ വിൽപ്പനയിൽ 2,13,439 രൂപയുടെ 3%, അതായത് 6,403 രൂപ
GST സർക്കാരിലേക്ക് അടക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ കണക്കുമില്ല, അതുകൊണ്ട് നികുതിയുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1 പവൻ വീതമുള്ള 2 നാണയങ്ങൾ ഞങ്ങൾ കടക്കാരന് നൽകിയിരുന്നു. ഇതിന്റെ 3% വാങ്ങൽ നികുതിയും GST നിയമപ്രകാരം സർക്കാരിലേക്ക് കടയുടമ അടക്കേണ്ടതാണ്. ഈ ഒരൊറ്റ കച്ചവടത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനത്തിൽ ലഭിക്കേണ്ട 6000-ഓളം രൂപയാണ് നഷ്ടമായത്. ഇത്തരത്തിൽ കോടികളാണ് GSTയിൽ നിന്ന് ദിവസേന സംസ്ഥാനത്ത് ചോർന്നു പോകുന്നത്. പെരുമ്പാവൂരിൽ നിന്നും സാലി മുഹമ്മദ്. തീർച്ചയായും സാലിയിലേക്ക് പോകാം. സാലി മുഹമ്മദ്, അതായത് നാടിന്റെ പടുത്തുയർത്തലിന് ഗുണപരമാകേണ്ടത്, ഒപ്പം ജനങ്ങൾ കബളിപ്പിക്കപ്പെടുന്നത്, ഒപ്പം അവർ മൂല്യമായി കരുതുന്ന സ്വർണത്തെ സംബന്ധിച്ചുള്ള അതിന്റെ വില തന്നെ ഒരുപക്ഷെ അനിശ്ചിതത്വത്തിലാകുന്ന തരത്തിൽ ഇങ്ങനെ വലിയ കബളിപ്പിക്കലാണ് ഈ ടാക്സ് വെട്ടിപ്പ് എന്ന് കേവലമായി തോന്നാവുന്ന ഒരു വലിയ കാര്യത്തെ സംബന്ധിച്ച് അതിന്റെ ആഴവും പരപ്പുമാണ് നാം ഈ ഒളിക്യാമറയിലൂടെ നൽകുന്നത്. നക്ഷത്ര, പെരുമ്പാവൂരിലെ നക്ഷത്ര ജുവല്ലറിയാണ് മധ്യ കേരളത്തിൽ ഈ കബളിപ്പിക്കൽ നടത്തുന്നതിൽ നമ്മുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത്. സാലി. അജിംഷാദ്, പെരുമ്പാവൂരിലെ നക്ഷത്ര മാത്രമല്ല മധ്യ കേരളത്തിലെ 20ഓളം ജില്ലകളിൽ 20ഓളം ജ്വല്ലറികളിൽ നമ്മൾ ഇത്തരത്തിൽ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി. അതിൽ ബഹുഭൂരിപക്ഷം കടകളിലും ബഹുഭൂരിപക്ഷം സ്വർണ്ണാഭരണ വിൽപ്പനശാലകളിലും GSTയും ഇല്ല, നികുതിയുമില്ല, ബില്ലുമില്ല, ഒരു വ്യവസ്ഥയുമില്ല, ഒരു കണക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. അത് ബാക്കി കടകളുടെ വിവരങ്ങൾ, അതിന്റെ ഒളിക്യാമറ ദൃശ്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടുക തന്നെ ചെയ്യും. ഇപ്പോൾ ആദ്യം നമ്മൾ പെരുമ്പാവൂർ നക്ഷത്ര ജ്വല്ലറിയിലേക്കാണ് ചെന്നത്. അവിടെ ഒരു കുടുംബത്തെയും കൂട്ടി മകളുടെ വിവാഹത്തിന് സ്വർണം വാങ്ങാൻ എന്ന പേരിൽ നമ്മൾ ചെല്ലുകയായിരുന്നു. അവരുടെ ഒരു വിശ്വാസ്യത നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു നെക്ലേസും ഒരു വളയും നമ്മൾ വാങ്ങി. 1,83,999 രൂപയ്ക്കുള്ള സ്വർണം, അതായത് 59.74 ഗ്രാം സ്വർണമാണ്. അന്നത്തെ 3080 ആയിരുന്നു അന്നത്തെ വില. പണിക്കൂലിയും ചേർത്ത് 2,13,439 രൂപ ബില്ല് അവർ കണക്കവർ പറഞ്ഞു. അതിൽ പണിക്കൂലിൽ ചെറിയ ഇളവ് നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ ഒടുവിൽ 1,44,000 രൂപ അടച്ച് നമുക്ക് ഇത്രയും സ്വർണം ലഭിക്കുകയുണ്ടായത്. സംഭവിച്ചത് ഇപ്രകാരമാണ്. GSTയെക്കുറിച്ചോ നികുതിയെക്കുറിച്ചോ ബില്ലിനെ കുറിച്ചോ ഇവർ സംസാരിക്കുന്നില്ല. നമ്മൾ ഒടുവിൽ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് തരുന്നത് ബില്ലില്ലാതെയാണ്, GST നൽകേണ്ടതില്ല, ബില്ലില്ലാതെ ഉള്ള ഏർപ്പാടായതുകൊണ്ട് നികുതിയില്ല, ആ തുക നിങ്ങൾക്ക് ലാഭം കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ അവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരൊറ്റ കച്ചവടത്തിൽ നമ്മൾ ആ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ ആ തുകയുടെ ഏതാണ്ട് 3% GST അടയ്ക്കേണ്ടതുണ്ട് സർക്കാരിലേക്ക്, 1.5 കേന്ദ്രത്തിലേക്കും 1.5 സംസ്ഥാനത്തിലേക്കും. അങ്ങനെയാണെങ്കിൽ 6000-ഓളം രൂപയാണ് നമ്മൾ നടത്തിയ ആ സാമ്പിൾ പർച്ചേസിൽ മാത്രം സംസ്ഥാന സർക്കാരിന് നഷ്ടമായത് എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ കൊടുത്ത വാർത്തയിൽ GST നിയമം അനുസരിച്ച് വാങ്ങൽ നികുതിയുമുണ്ട്, അതായത് പർച്ചേസ് ടാക്സും ഉണ്ട്. 2 ഗോൾഡ് കോയിനുകൾ നമ്മൾ നൽകിയിട്ടുണ്ട്, 2 പവൻ. അത് 49,000-ലധികം രൂപ വരും. അതിന്റെ 3% വാങ്ങൽ നികുതിയും കടയുടമ അടയ്ക്കേണ്ടതാണ്. ഇത് അടയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം GST റിട്ടേണോടൊപ്പം പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പക്ഷെ അടിമുടി ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയും ഒക്കെ ഉണ്ട് ഇത്തരം ജ്വല്ലറികളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല മറ്റു ചില പ്രതിസന്ധികൾ കൂടി ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വർണം വാങ്ങുമ്പോൾ ബില്ലില്ല എന്നുള്ളതാണ്. ബില്ലില്ലാത്തതുകൊണ്ട് ഈ സ്വർണത്തിന് ഒരു ഉറപ്പുമില്ല, അതിനൊരു ഗ്യാരണ്ടിയുമില്ല. അക്കാര്യം അവർ വ്യക്തമായി പറയുന്നുണ്ട്. മാത്രമല്ല ഇവർ എസ്റ്റിമേറ്റ് ആണ് തരുന്നത്. എസ്റ്റിമേറ്റ് തരുമ്പോൾ ഒരു കാരണവശാലും പണം ഈടാക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്വർണത്തിന്റെ ഏതാണ്ട് രൂപമാണ് അവർ പറയുക. പക്ഷേ ഈ എസ്റ്റിമേറ്റിൽ ഇവർ ക്യാഷ് റിസീവ്ഡ്, ഗുഡ്സ് ഡെലിവേർഡ് എന്നെഴുതിയ സീൽ അടിച്ച് ഒപ്പിട്ട് തന്നെ ഈ എസ്റ്റിമേറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ നമുക്ക് പുറത്തുവിടാനുണ്ട്. അത് ഒന്ന്, ഈ ഇത്തരം GST നികുതിയില്ല കച്ചവടം വഴി ഉപഭോക്താക്കൾ കബളിപ്പിക്കപ്പെടുന്നത്. മറ്റൊന്ന്, അതിനേക്കാൾ പ്രധാനപ്പെട്ട രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില അംശങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയുണ്ട്. അത്തരം കുറെ വാർത്തകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒക്കെ നമ്മളത് ഒന്നൊന്നായി പുറത്തുവിടുകയും ചെയ്യും. തീർച്ചയായും ജനങ്ങളെയും സർക്കാരിനെയും കബളിപ്പിക്കുന്ന വലിയ വേട്ട, വലിയ സ്വർണ്ണവേട്ട നടത്തുന്ന, വലിയ കബളിപ്പിക്കൽ നടത്തുന്ന ഇത്തരം സംഭവ വികാസങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇന്നു മുതൽ പീപ്പിൾ TV ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങുകയാണ്. ഇനി അടുത്തതായി കേരളത്തിലെ മലബാർ പ്രദേശത്ത് സ്വർണ്ണ വ്യാപാര മേഖലയിൽ നടക്കുന്ന കോടികളുടെ വെട്ടിപ്പ് കാണാം. പല ജ്വല്ലറികളും സ്വർണം നൽകുന്നത് GST ഇല്ലാതെ തന്നെയാണ്. കാഞ്ഞങ്ങാട് മിനാർ ഗോൾഡ്,
കാഞ്ഞങ്ങാട് മിനാർ ഗോൾഡിൽ GST ഇല്ലാതെ സ്വർണം നൽകിയത് പീപ്പിൾ വാർത്താ സംഘം ഒളിക്യാമറയിൽ പകർത്തി. യഥാർത്ഥ ബില്ലിന് പകരം നൽകിയത് ഇവിടെയും എസ്റ്റിമേറ്റ് ബില്ല്. ജുവല്ലറി ഉടമ നിയമം ലംഘിച്ച് 2 ലക്ഷം രൂപയിൽ കൂടുതൽ പണമായി സ്വീകരിക്കുകയും ചെയ്തു. PV കുട്ടൻ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലേക്ക്. സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. പല ജ്വല്ലറി ഉടമകളും GST ഇനത്തിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തി സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇത് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ജ്വല്ലറിയായ മിനാർ ഗോൾഡ്. സഹോദരിയുടെ കല്യാണ നിശ്ചയത്തിന് സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ എന്ന പേരിലായിരുന്നു ഞങ്ങൾ ഈ ജ്വല്ലറിയിലേക്ക് എത്തിയത്. ഒരു നെക്ലസും 2 വളയും ഉൾപ്പെടെ 10 പവനിലധികം സ്വർണം ഞങ്ങൾ തിരഞ്ഞെടുത്തു. പിന്നീട് ഞങ്ങൾ GSTയെ പറ്റി സെയിൽസ്മാൻമാരോട് അന്വേഷിച്ചു. 3% GST, അത് കുറച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബില്ല് വേണ്ടെന്നും ജീവനക്കാർ ഉടൻ മുതലാളിയെ വിളിച്ചു വരുത്തി. GST നിർബന്ധമാണെന്നും ബില്ലില്ലാതെ സ്വർണം തരില്ല എന്നുമായിരുന്നു ആദ്യം മുതലാളിയുടെ നിലപാട്. എന്നാൽ ഏപ്രിലിൽ കല്യാണത്തിന് 50 പവൻ സ്വർണം കൂടി വാങ്ങും എന്ന് പറഞ്ഞതോടെ അയാൾ ഒരക്ഷരമില്ലാതെ GST ഒഴിവാക്കി സ്വർണം തന്നു. വല്ലാതെ അങ്ങനെ തരാൻ പറ്റില്ല. കാരണം ബില്ല് ചെയ്യേണ്ട സാധനം വിത്തൗട്ട് ചെയ്യുന്നല്ലോ. ഇതൊക്കെ മുകളിൽ നോക്കി കുറച്ചായിട്ട് ഞാൻ ബില്ല് ഒഴിവാക്കി അതേ ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നില്ല. ബില്ല് വേണമെന്നില്ല, ഏപ്രിൽ കല്യാണം. GST ഉൾപ്പെടുത്താത്ത ഒരു എസ്റ്റിമേറ്റ് ബില്ലാണ് ജ്വല്ലറിയിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയത്. 2,81,100 രൂപയും ഞങ്ങൾ എണ്ണി നൽകി. 2 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഇടപാട് നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് മിനാർ ജ്വല്ലറിക്കാർ ഞങ്ങളിൽ നിന്നും ഈ തുക ക്യാഷായി വാങ്ങിയത്. കാഞ്ഞങ്ങാട് നിന്നും ക്യാമറാമാൻമാരായ ഷൈജു പിലാത്രയ്ക്കും RK ഫിറോഷിനുമൊപ്പം PV കുട്ടൻ. കേരളത്തിൽ തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും മലബാർ പ്രദേശത്തും ഞങ്ങൾ നടത്തിയ ഒളിക്യാമറയിൽ കുടുങ്ങിയത് സമാന സ്വഭാവമുള്ള നികുതി തട്ടിപ്പാണ്, നികുതി വെട്ടിപ്പാണ്. ജനങ്ങളെ മാത്രമല്ല സർക്കാരിനെയും കബളിപ്പിക്കുന്ന രീതി. ഒപ്പം അവരുടെ മൂല്യമായ സ്വർണത്തിന്റെ മൂല്യവും നാളെ അവർക്ക് ലഭിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന വലിയ തട്ടിപ്പ്. വമ്പന്മാരാണ് കുടുങ്ങിയത്. മലബാർ പ്രദേശത്തെ വിവരങ്ങളുമായി PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. PV കുട്ടൻ, മിനാർ, കാഞ്ഞങ്ങാട് മിനാർ ഗോൾഡ് ആണ് മലബാർ പ്രദേശത്ത് നമ്മുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത്. PV കുട്ടൻ, അതായത് വലിയ തട്ടിപ്പ് സ്വർണ്ണ വ്യാപാര മേഖലയിൽ. ഇതൊരു പക്ഷേ കേവലമായ നികുതി തട്ടിപ്പല്ല, മറിച്ച് ഇതിന്റെ മാനങ്ങൾ വലുതാണ്. ഇതിന് വിവിധ ആംഗിളുകളുണ്ട്. കാരണം GST കബളിപ്പിക്കുന്നതിലെ വലിയ മാനം എന്നത് സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തേണ്ടത്, നാടിനെ പടുത്തുയർത്തുന്നതിലേക്ക് എത്തേണ്ടത്. 2 ലക്ഷം കോടിയിലധികം നടക്കുന്ന ബിസിനസ്സിൽ 70% ഇത്തരത്തിൽ GSTക്ക് പുറത്താണ് നടത്തുന്നത് എന്നതാണ് ഇതിൽ വഴി ഞെട്ടിക്കുന്ന വിവരങ്ങളായി പുറത്തെത്തുന്നത്. PV കുട്ടൻ ഒരിക്കൽ കൂടി ചേരുന്നു. PV കുട്ടൻ, കാഞ്ഞങ്ങാട് മിനാർ ഗോൾഡിൽ ഞങ്ങൾ കണ്ടു നമ്മുടെ ഒളിക്യാമറയിലൂടെ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അരിംഷാദ്, മലബാറിലെ പല ജ്വല്ലറികളും, മലബാർ മേഖലയിലെ പല ജ്വല്ലറികളിലും ഇത്തരത്തിൽ GST ഇല്ലാതെ നികുതി വെട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് സ്വർണ്ണ കച്ചവടം നടത്തുന്നതെന്ന വിവരമാണ് നമുക്ക് ഈ വാർത്താ ശേഖരത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. പല ജ്വല്ലറികളിലും നമ്മുടെ ഒളിക്യാമറ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടും. മിനാർ ഗോൾഡിൽ സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് സ്വർണ്ണം എടുക്കാൻ എന്ന പേരിലായിരുന്നു ഞങ്ങളുടെ കൂടെ ഒരു കുടുംബവും ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളോട് GST ഒഴിവാക്കി തരാൻ പറ്റില്ല എന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്നാൽ സഹോദരിയുടെ വിവാഹം ഏപ്രിൽ വരികയാണെന്നും അതിന് വലിയ രീതിയിൽ സ്വർണം ഞങ്ങൾ വാങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ ഒരു വാക്കുപോലും പറയാതെ, അതാണ് ആ ഒളിക്യാമറയിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, ഒരു വാക്കുപോലും പറയാതെ മിനാർ ഗോൾഡിന്റെ മുതലാളി, അവിടുത്തെ ജീവനക്കാർ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹത്തെ ഉച്ച സമയത്ത്. അത് ഉടൻ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കാര്യം ഓക്കെയാക്കുകയും GST ഒഴിവാക്കിക്കൊണ്ട് തന്നെ സ്വർണം തരികയും അതിന്റെ പിറകെ നമുക്ക് ബില്ല് തരികയും, അതായത് എസ്റ്റിമേറ്റ് ബില്ലാണ്, യഥാർത്ഥ ബില്ലല്ല, എസ്റ്റിമേറ്റ് ബില്ലാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ അത് ബില്ലില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എസ്റ്റിമേറ്റ് ബില്ല് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ 2 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് ഇടപാട് നടത്താൻ പാടില്ല എന്നാണ് ചട്ടം. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് 2,81,100
1100 രൂപയുടെ സ്വർണമാണ് ഞങ്ങൾ എടുത്തത്. ഈ സ്വർണത്തിന് ക്യാഷാണ്, ഞങ്ങൾ പണമായിട്ട് തന്നെയാണ് ഈ തുക നൽകിയിരിക്കുന്നത്. അതും അവർ സ്വീകരിച്ചു എന്നുള്ളതാണ് മറ്റൊരു ക്രമക്കേട്. ഇത് വളരെ തന്ത്രപരമായാണ് വിവിധ ജ്വല്ലറികൾ, അത് ഹോൾസെയിൽ ആയാലും റീറ്റെയിൽ ആയാലും മലബാറിലെ ജ്വല്ലറികൾ വളരെ ബുദ്ധിപരമായിട്ടാണ് ഇത്തരത്തിൽ GST ഒഴിവാക്കിയുള്ള വിൽപ്പന നടത്തുന്നത്. ഞങ്ങൾ 15ഓളം കടകളിൽ കയറിയിരുന്നു. അതിൽ ഈ 15 കടകളിലും GST ഒഴിവാക്കി തന്നെയാണ് അവർ സ്വർണം നൽകുന്നത്. പക്ഷെ അതിനൊരു ചില കടകൾ വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു റെഫറൻസ് വേണം. ഞങ്ങൾ അവിടെ പോകുമ്പോൾ നമ്മൾ എവിടെ നിന്ന്, ഇപ്പോൾ നമുക്കറിയാം പൊതുവിൽ സർക്കാർ സംവിധാനമൊക്കെ കാര്യക്ഷമമായതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർ നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കാനുള്ള ഉദ്യോഗസ്ഥരാണോ എന്ന സംശയം ഉൾപ്പെടെ ചില ജ്വല്ലറി ഉടമകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചില റെഫറൻസിൽ ആരെങ്കിലും നമ്മളെ പരിചയപ്പെടുത്തിയാൽ ഉടൻ തന്നെ ഇത്തരത്തിൽ GST ഒഴിവാക്കിക്കൊണ്ട്, ബില്ല് ഒഴിവാക്കിക്കൊണ്ട് സ്വർണം തരുന്ന ഒരു രീതിയാണ് സ്വീകരിക്കുന്നത്. അത് സംബന്ധിച്ച വാർത്തയെ നമുക്ക് വരും ദിനങ്ങളിൽ പുറത്തുവിടാൻ വേണ്ടി സാധിക്കും. തീർച്ചയായും ഇവിടെ നിൽക്കുന്നതല്ല, ഇനിയും ഇതിന്റെ പരമ്പര തന്നെയാണ്. നാടിനെ ഇങ്ങനെ പിളർത്തി ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം മാത്രം കൊഴുത്തു തടിക്കുന്ന, നാടിനെയും നാട്ടാരെയും ചതിക്കുന്ന, അവരുടെ മൂല്യവത്തായ സ്വർണത്തെ കബളിപ്പിക്കുന്ന ഇത്തരം രീതിക്കെതിരെ ഇതാ പീപ്പിൾ TV പരമ്പര തന്നെ തുടങ്ങുകയാണ്. നിരവധി വമ്പന്മാർ കുടുങ്ങും. ഇന്ന് കുടുങ്ങിയത് തിരുവിതാംകൂറിലും മധ്യ കേരളത്തിലും ഒപ്പം മലബാർ പ്രദേശത്തെയും 3 പ്രമുഖ ജുവല്ലറികളാണ്. ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ, ആഴമുള്ള ഈ തട്ടിപ്പ് കൂടുതൽ വ്യക്തതയോടുകൂടി തുടർന്നുള്ള ദിവസങ്ങളിൽ പീപ്പിൾ TV പുറത്തുവിടുക തന്നെ ചെയ്യും. തിരുവിതാംകൂറിൽ, തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ റീജിയണൽ ബ്യൂറോ ചീഫിന്റെ ഒളിക്യാമറയിൽ കുടുങ്ങിയ KG ദിനകരന്റെ ഒളിക്യാമറയിൽ കുടുങ്ങിയ വാർത്ത കാണാം. ആദ്യം ഒരിക്കൽ കൂടി. പ്രതിദിനം കോടികളുടെ സ്വർണ്ണാഭരണങ്ങളാണ് കേരളത്തിൽ മാത്രം വിറ്റഴിക്കപ്പെടുന്നത്. എന്നാൽ ഈ വിൽപ്പനയിൽ നടക്കുന്ന തട്ടിപ്പുകൾ അധികമാർക്കും അറിയില്ല. നികുതി ഇനത്തിൽ ഖജനാവിലേക്ക് എത്തേണ്ട കോടികളാണ് പല രീതിയിൽ സ്വർണ്ണക്കച്ചവടക്കാർ വെട്ടിക്കുന്നത്. ഫലമോ നാടിന്റെ വികസനത്തിനുതകേണ്ട പണം നഷ്ടമാകുന്നു എന്നതും. കായംകുളത്തെ പ്രമുഖ ജ്വല്ലറികളിൽ ഒന്നാണ് അറേബ്യൻ. പ്രതിദിനം ലക്ഷങ്ങളുടെ കച്ചവടം പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വെട്ടിച്ച് ഖജനാവിന് കോടികളുടെ നഷ്ടമുണ്ടാക്കി. കല്യാണ പാർട്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ അറേബ്യൻ ജ്വല്ലറിയിൽ എത്തിയത്. ഒരു വളയും 2 നെക്ലേസും ഉൾപ്പെടെ 46 ഗ്രാം സ്വർണം വാങ്ങി. പണിക്കൂലി ഉൾപ്പെടെ 1,68,328 രൂപ ബില്ലടിച്ചു. പിന്നീട് ഡിസ്കൗണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടപ്പോൾ തുക വീണ്ടും കുറഞ്ഞ് 1,55,300 രൂപയായി. ഇതിനു പുറമെ 3% GST കൂടി നൽകണമെന്ന് കടക്കാർ ആവശ്യപ്പെട്ടു. അത് ഏകദേശം 5,000 രൂപയോളം വരും. എങ്കിൽ സ്വർണം വേണ്ടെന്നായി ഞങ്ങൾ. GST ഒഴിവാക്കി നൽകുന്ന കടകൾ ധാരാളമുണ്ടെന്ന ഞങ്ങളുടെ വാക്കുകൾക്ക് കീഴടങ്ങി ഖജനാവിലേക്ക് എത്തേണ്ട GST ഒഴിവാക്കി നൽകി അറേബ്യൻ ജ്വല്ലറി. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം, യഥാർത്ഥ ബില്ലിന് പകരം എസ്റ്റിമേറ്റ് ബില്ല് നൽകാനാവൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ സമ്മതിച്ചതോടെ 1,55,300 രൂപയ്ക്ക് 46 ഗ്രാം സ്വർണം. ഈ ബില്ലിനകത്ത് ഇപ്പൊ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സാധനവും ഇവിടെ വെച്ചിരിക്കുന്ന സാധനവും മാർക്ക് ചെയ്തത്. ബില്ലുമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിലിരിക്കുന്ന സാധനം പേയ്മെന്റ് ബാലൻസ് അടച്ചു കഴിയുമ്പോൾ ആയിട്ടും വരും. ഷോപ്പിന്റെ ഇതിന്റെ പേരിലാണ്, ഷോപ്പിന്റെ പേര് വേണമെങ്കിൽ സാധനം 3% GST ബില്ല്, ഷോപ്പിന്റെ പേരാണ്. അങ്ങനെയാണോ ബില്ല് വേണ്ടത്? അങ്ങനെയും ബില്ല് വരുന്നത് എസ്റ്റിമേറ്റഡ് ആയിട്ട് അല്ലാതെ നടക്കും. ഇതിപ്പോൾ എന്തൊക്കെയാണെന്നറിയില്ല. കാരണം GST അടച്ചില്ലെങ്കിലും യാതൊരു കുഴപ്പവും വരാനില്ലെന്നായിരുന്നു അവരുടെ ഭാഷ്യം. ഫലത്തിൽ ഒരു ചെറിയ കച്ചവടത്തിലൂടെ സർക്കാർ ഖജനാവിന് നഷ്ടം 5,000 രൂപ. മാത്രമല്ല, ലക്ഷങ്ങൾ മുടക്കി ബില്ലില്ലാതെ വാങ്ങുന്ന സ്വർണത്തിന്റെ മാറ്റു കുറഞ്ഞാലോ മറ്റു തകരാറുകൾ സംഭവിച്ചാലോ കടക്കാർ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുക ഭോക്താവിനാകും എന്നതും ഉറപ്പ്. കേരളത്തിലെ സ്വർണ്ണക്കച്ചവടത്തിന്റെ നേർസാക്ഷ്യമാണ് ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. വ്യാപകമായി GST വെട്ടിച്ചാണ് പല കടകളും സ്വർണം വിൽക്കുന്നത്. പ്രതിദിനം ഖജനാവിന് കോടികളുടെ നഷ്ടവും. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം KG ദിനകർ. സ്വർണ്ണാഭരണ വ്യാപാരശാലകൾ കേന്ദ്രീകരിച്ച് വലിയ നികുതി വെട്ടിപ്പ് നടക്കുന്നുവെന്നറിഞ്ഞാണ് അന്വേഷണത്തിനായി ഞങ്ങൾ പെരുമ്പാവൂരിലേക്ക് പുറപ്പെടുന്നത്. തട്ടിപ്പിന്റെ വഴികൾ നേരിട്ടറിയുക തന്നെയാണ് ലക്ഷ്യം. വിശ്വാസ്യതയ്ക്കായി ഒരു കുടുംബത്തെയും ഒപ്പം കൂട്ടിയാണ് ഞങ്ങൾ കടയിലെത്തിയത്. ഒരു നെക്ലേസും ഒരു വളയും വാങ്ങി. രണ്ടും ചേർത്ത് 59.74 ഗ്രാം.
ഗ്രാമിന് 3080 രൂപ പ്രകാരം 1,83,399 രൂപയാണ് ആഭരണത്തിന്റെ ആകവില. 16% പണിക്കൂലിയും ചേർത്ത് 2,13,439 രൂപയാകും. കൈവശമുണ്ടായിരുന്ന 2 സ്വർണ്ണ നാണയങ്ങൾ കടക്കാരന് നൽകിയപ്പോൾ 49,280 രൂപ കുറച്ചു. വിലപേശലിനൊടുവിൽ പണിക്കൂലിയിലും ഡിസ്കൗണ്ട് ലഭിച്ചു. ബാക്കി 1,44,000 ക്യാഷ് കൗണ്ടറിലടച്ച് ഞങ്ങൾ ആഭരണങ്ങൾ കൈപ്പറ്റി. കടയുടെ പേരോ മറ്റു വിവരങ്ങളോ രേഖപ്പെടുത്താത്ത ഒരു ബില്ലാണ് ലഭിച്ചത്. നിയമപ്രകാരം നൽകേണ്ട ബില്ല് നൽകുകയോ GST കളക്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. വിലപേശലിനിടയിൽ ബില്ലില്ലാതെ GST ഒഴിവാക്കി തരാമെന്ന് ജീവനക്കാരൻ വാഗ്ദാനം ചെയ്തിരുന്നു. കടയുടെ മാനേജറുടെ സമീപം ചെന്നപ്പോഴും ഇതുതന്നെ ആവർത്തിച്ചു. GST നൽകേണ്ട, വിത്തൌട്ടായി സ്വർണം നൽകാം. 3% GST ഏത് കടക്കാരും അതെന്താ പറയുക സൈലന്റ് ആണ്. കാരണം നമ്മൾ വോട്ടർ ബാങ്ക് നമ്മൾ കൊടുക്കുന്ന കേസാണല്ലോ. മാത്രമല്ല ആലുവയല്ല അങ്കമാലി എവിടെയാണെങ്കിലും ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ നിലവിൽ നമ്മളിപ്പോൾ വലിയ വിഷയമില്ലാണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യമില്ല, ഒരു ഏപ്രിൽ മുതൽ നമ്മളും GST ആവും. GST നിയമപ്രകാരം സ്വർണ്ണാഭരണത്തിന് നികുതി 3%. ഈ വിൽപ്പനയിൽ 2,13,439 രൂപയുടെ 3%, അതായത് 6,403 രൂപ GST സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായിരുന്നു. ബില്ലില്ലാത്ത കച്ചവടമായതിനാൽ കണക്കുമില്ല, അതുകൊണ്ട് നികുതിയുമില്ല. മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1 പവൻ വീതമുള്ള 2 നാണയങ്ങൾ ഞങ്ങൾ കടക്കാരന് നൽകിയിരുന്നു. ഇതിന്റെ 3% വാങ്ങൽ നികുതിയും GST നിയമപ്രകാരം സർക്കാരിലേക്ക് കടയുടമ അടയ്ക്കേണ്ടതാണ്. ഈ ഒരൊറ്റ കച്ചവടത്തിൽ മാത്രം സംസ്ഥാന സർക്കാരിന് നികുതി വരുമാനത്തിൽ ലഭിക്കേണ്ട 6,000-ഓളം രൂപയാണ് നഷ്ടമായത്. ഇത്തരത്തിൽ കോടികളാണ് GSTയിൽ നിന്ന് ദിവസേന സംസ്ഥാനത്ത് ചോർന്നു പോകുന്നത്. പെരുമ്പാവൂരിൽ നിന്നും സാലി മുഹമ്മദ്. സംസ്ഥാനത്തെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. പല ജ്വല്ലറി ഉടമകളും GST ഇനത്തിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടത്തി സർക്കാരിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഇത് കാഞ്ഞങ്ങാട്ടെ പ്രമുഖ ജ്വല്ലറിയായ മിനാർ ഗോൾഡ്. സഹോദരിയുടെ കല്യാണ നിശ്ചയത്തിന് സ്വർണ്ണാഭരണങ്ങൾ എടുക്കാൻ എന്ന പേരിലായിരുന്നു ഞങ്ങൾ ഈ ജ്വല്ലറിയിലേക്ക് എത്തിയത്. 1 നെക്ലസും 2 വളയും ഉൾപ്പെടെ 10 പവനിലധികം സ്വർണം ഞങ്ങൾ തിരഞ്ഞെടുത്തു. പിന്നീട് ഞങ്ങൾ GSTയെ പറ്റി സെയിൽസ്മാൻമാരോട് അന്വേഷിച്ചു. 3% GST, അത് കുറച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബില്ല് വേണ്ടെന്നും ജീവനക്കാർ ഉടൻ മുതലാളിയെ വിളിച്ചു വരുത്തി. GST നിർബന്ധമാണെന്നും ബില്ലില്ലാതെ സ്വർണം തരില്ല എന്നുമായിരുന്നു ആദ്യം മുതലാളിയുടെ നിലപാട്. എന്നാൽ ഏപ്രിലിൽ കല്യാണത്തിന് 50 പവൻ സ്വർണം കൂടി വാങ്ങും എന്ന് പറഞ്ഞതോടെ അയാൾ ഒരക്ഷരമില്ലാതെ GST ഒഴിവാക്കി സ്വർണം തന്നു. വല്ലാതെ അങ്ങനെ തരാൻ പറ്റില്ല. കാരണം ബില്ല് ചെയ്യേണ്ട സാധനമല്ലേ, വിത്തൗട്ട് ചെയ്യുന്നല്ലോ. ഇതൊക്കെ നമ്മൾ നോക്കി കുറച്ചായിട്ട് ഞാൻ ബില്ല് ഒഴിവാക്കി അതേ ചെയ്യും. ചെയ്യാൻ പറ്റില്ല, ചെയ്യുന്നില്ല. ബില്ല് വേണമെന്നില്ല, ഏപ്രിൽ കല്യാണം. GST ഉൾപ്പെടുത്താത്ത ഒരു എസ്റ്റിമേറ്റ് ബില്ലാണ് ജ്വല്ലറിയിൽ നിന്നും ഞങ്ങൾക്ക് നൽകിയത്. 2,81,100 രൂപയും ഞങ്ങൾ എണ്ണി നൽകി. 2 ലക്ഷത്തിന് മുകളിൽ ക്യാഷ് ഇടപാട് നടത്താൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെയാണ് മിനാർ ജ്വല്ലറിക്കാർ ഞങ്ങളിൽ നിന്നും ഈ തുക ക്യാഷായി വാങ്ങിയത്. കാഞ്ഞങ്ങാട് നിന്നും ക്യാമറാമാൻമാരായ ഷൈജു പിലാത്രയ്ക്കും RK ഫിറോഷിനുമൊപ്പം PV കുട്ടൻ. വലിയ വെട്ടിപ്പ്, വലിയ തട്ടിപ്പ്. ഈ സ്വർണത്തിന്റെ പേരിൽ നാടിനെയും നാട്ടാരെയും കൊള്ളയടിക്കുന്ന ഈ രീതി. ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത് വമ്പന്മാരാണ്. തീർച്ചയായും ഇനിയും ആഴമുള്ള ഒട്ടേറെ ദൃശ്യങ്ങളും തെളിവുകളുമായി ഈ പരമ്പര ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ്, ഡിജോ കാപ്പൻ, അജിത് ലോറൻസ്, ലാൽകുമാർ, മാർട്ടിൻ എന്നിവരാണ് ഈ ഘട്ടത്തിൽ ചേരുന്നത്. ആദ്യം ശ്രീമതി മേരി ജോർജിലേക്ക്. ശ്രീമതി മേരി ജോർജ്, 2 ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് സ്വർണ്ണ മേഖലയിൽ നടത്തുന്നത്. 70% പുറത്ത്.
70% GST അടയ്ക്കാതെ ജനങ്ങൾക്കുറപ്പില്ല, നാടിന് ഇതിന്റെ ഗുണമില്ല, ഗവൺമെന്റിന് ടാക്സ് ലഭിക്കുന്നില്ല. വലിയ തട്ടിപ്പ്, വലിയ വെട്ടിപ്പ്. ഒളിക്യാമറയിൽ 3 പ്രദേശത്തും, കേരളത്തിന്റെ 3 പ്രദേശത്തും കുടുങ്ങിയത് വമ്പന്മാരാണ്. ശ്രീമതി മേരി ജോർജ്. അതായത് അജിൻഷാദ് പറഞ്ഞതുപോലെ തന്നെ വേൾഡ് ഗോൾഡ് കൗൺസില് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2 ലക്ഷം കോടിയുടെ അനധികൃത സ്വർണ്ണ വിൽപ്പന കേരളത്തിൽ നടക്കുന്നു എന്നാണ്, കേരളത്തിൽ മാത്രം. അതുപോലെ അധികൃതമായി നടക്കുന്നത് 40,000 കോടി മാത്രമാണ്, കോടിയുടേത് മാത്രമാണ്. ഇതാ എൻ്റെ അടുത്ത് കഴിഞ്ഞ 2012-13 മുതൽ സ്വർണ്ണ നികുതിയായിട്ട് ഇവിടുത്തെ നമ്മുടെ ഖജനാവിലേക്ക്, ഗവൺമെന്റ് ഖജനാവിലേക്ക് വന്ന പണമുണ്ട്. 2012-13 വെറും 393 കോടി രൂപ. അതേസമയത്ത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഒരു പഠനം അനുസരിച്ച് ഇവിടുത്തെ മുഴുവൻ സ്വർണ്ണ വിൽപ്പനയും നികുതി വിധേയമാണെങ്കിൽ, അന്ന് 5% നികുതി വിധേയമാണെങ്കിൽ 18,000 കോടി രൂപ ഒരു വർഷം ഖജനാവിലേക്ക് വരുമെന്നാണ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനം തെളിയിക്കുന്നത്. ഇവിടെ നോക്കൂ, 2012-13 393 രൂപയാണ്. 18,000 കോടി വരേണ്ടടുത്ത് 393 രൂപ. അത് 2016-17 അതായത് അന്ന് UDF ആണെങ്കിൽ ഇന്ന് LDF ആണ്. പക്ഷെ ഭരണത്തില് മാറ്റം വന്നാലും സ്വർണത്തിന്റെ എന്താ പറയുക, ഈ നികുതി വെട്ടിയിൽ ഒരു മാറ്റവുമില്ല. ഇപ്പോ സ്വർണത്തിന്റെ വിപണനം കൂടിയിരിക്കുന്നു. പക്ഷെ 629 കോടി രൂപ മാത്രമാണ് 2012-13 താരതമ്യം. അതായത് അന്ന് 393, ഇന്ന് 629 കോടിയാണ് ഖജനാവിലേക്ക് വരുന്നത്. അത് തന്നെയാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അവര് പറയുന്ന ഈ 2 ലക്ഷം കോടിയുടെ സ്വർണവും ഔദ്യോഗികമായിട്ടാണ് വിൽക്കുന്നത്, അതായത് നികുതി അടച്ചാണ് വിൽക്കുന്നത് എങ്കിൽ ആ തരത്തിൽ 6,000 കോടി, ഇവിടെ 629 കോടി വന്നിരിക്കുന്ന സ്ഥാനത്ത് 6,000 കോടി വരുമെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ തന്നെ അംഗീകരിക്കുന്നു. അപ്പോ ഓർക്കുക, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം നടത്തിയപ്പോൾ 5% നികുതി ഒരു പവന്. അതേ സമയത്ത് ഇപ്പോഴത് 3%. അപ്പൊ ഈ 3%ത്തിലേക്ക് സ്വർണ്ണ നികുതി GSTയിൽ കുറച്ചത് തന്നെ വലിയ അക്രമമാണ്. കാരണം നിത്യോപയോഗ സാധനങ്ങൾ 5% നികുതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് സ്വർണത്തിന് 3% നികുതിയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അതിനൊരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്, അടിത്തറയുണ്ട്. അതായത് നമ്മുടെ വിദേശ വ്യാപാരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 18% സ്വർണ്ണാഭരണ മേഖലയിൽ നിന്നുള്ള കയറ്റുമതി വഴിയാണ്. അപ്പം സ്വർണ്ണാഭരണ മേഖലയുടെ കയറ്റുമതി നമുക്ക് നല്ല വിദേശ നാണ്യം നേടിത്തരുന്നു എന്ന ഒരു കാരണം പറഞ്ഞു വേണമെങ്കിൽ ഈ 3% GST നിർത്തിയിരിക്കുന്നത് നമുക്ക് സമാധാനിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 18% വരുമാനം, വിദേശ വരുമാനം വരുത്തുന്ന സ്വർണ്ണ മേഖലയിൽ ഒരുപാട് പേർ തൊഴിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ 3% നികുതിയെങ്കിലും ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ഇന്ത്യയിൽ ആകപ്പാടെ കേരളത്തിലും തൊഴിൽ ചെയ്യുന്ന മേഖലയാണ് എന്നുള്ളത് കൊണ്ട് 3% സാരമില്ല. 3% പിരിച്ചെടുക്കണം. എന്റെ സ്വന്തം ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഈ തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് മാത്രം വന്ന ഒരു ജ്വല്ലറി, പണ്ട് തിരുവനന്തപുരത്ത് ആ ജ്വല്ലറി ഇല്ല. ആ ജ്വല്ലറിയിൽ പോയി ഞാൻ ഒരു കുട്ടിക്ക്, കൊച്ചു കുഞ്ഞിന് സമ്മാനം കൊടുക്കാൻ വേണ്ടി ഒരു ഉൽപ്പന്നം വാങ്ങുന്നു. ആ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ബില്ല് തരില്ല എന്ന് തീർത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബില്ല് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബില്ല് കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞപ്പോൾ അവരെനിക്ക് കൃത്യമായിട്ടൊരു ബില്ല് തന്നു തിരുവനന്തപുരത്ത്. പക്ഷേ ആ ബില്ലിലാണ് കളിയ്. ആ ബില്ല് ആ ജ്വല്ലറിയുടെ പേരിലേ അല്ല, കേരളത്തിൽ ഉള്ള ഒരു ജ്വല്ലറിയുടെയും പേരിലല്ല, എസ്റ്റിമേറ്റ് ബില്ലാണ്. ആ ബില്ല് ഒരു സ്വർണ്ണക്കടയുടെ പേരുണ്ട് അതിനകത്ത്. ആ ബില്ല് സഹിതം ഇവിടുത്തെ ഒരു ചാനലിന് ഞാൻ കൊടുത്തിരുന്നു. ചാനൽ അത് കൃത്യമായിട്ട് എടുത്ത് എന്റെ വീട്ടിൽ വന്ന് ബൈറ്റ് എടുത്ത് ഇതിന്റെ ദൃശ്യവും എടുത്ത് ആ ബില്ലുമായിട്ട് പോയി. പക്ഷേ കേരളത്തിലെ ചാനലുകളുടെ അന്നം എന്ന് പറയുന്നത് സ്വർണ്ണ വ്യാപാരികൾക്ക് അവർക്ക് കൊടുക്കുന്ന പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് എന്നതുകൊണ്ട് ആ ബില്ല് പുറത്തു വന്നോ ഇല്ലയോ എനിക്ക് എപ്പോഴും ഇത് നോക്കിയിരിക്കാൻ നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു, എന്റെ ധർമ്മം തീർന്നു. അതായത് ഇത് കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ കൊടുത്തത്. അത് വന്നോ ഇല്ലയോ എന്ന് അറിഞ്ഞു. തീർച്ചയായും ഞങ്ങൾക്ക് പ്രതിബദ്ധി നാടിനോടാണ്, നാട്ടാരോടാണ്. ശ്രീ ഡിജോ കാപ്പൻ, അതായത് വലിയ വെട്ടിപ്പാണ് ഇവിടെ നടത്തുന്നത്.
അതായത് നമുക്ക് സ്വർണം വാങ്ങാൻ ചെല്ലുന്ന സാധാരണക്കാരന് ഇത് കുറഞ്ഞു കിട്ടും എന്ന ആശ്വാസമല്ല അവിടെയുള്ളത്. മറിച്ച് അവന് ഈ സ്വർണം ലഭിക്കുന്നത് വഴി അവന് മൂല്യവത്തായ ക്രയവിക്രയങ്ങൾക്കുള്ള മുഴുവൻ തടസ്സവും ഉണ്ടാകുന്നു. അവൻ അറിയുന്നില്ല. മയക്കുമരുന്ന് പോലെ, കഞ്ചാവ് പോലെ കുറവുണ്ട് എന്ന് പ്രലോഭിപ്പിച്ച് അവന് കൊടുക്കുമ്പോൾ ആ നാടിന് നഷ്ടമാകുന്നത് ഒന്ന്, മറ്റൊന്ന് അവന് കൂടി നഷ്ടമാകും. ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം. കാരണം ഒരു ഡൈവോഴ്സ് കേസ് ഉണ്ടായി. അവിടെ കോടതി ഈ സ്വർണത്തിന്റെ ഡിസ്പ്യൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു തീർക്കണമല്ലോ. ഇത് വന്നപ്പോൾ ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് ഉള്ള സ്വർണങ്ങൾ അതൊരു പക്ഷേ കോടതി ബില്ല് ആവശ്യപ്പെട്ടു, പക്ഷേ ബില്ല് കൊടുക്കാനില്ല. അവർ കബളിപ്പിക്കപ്പെട്ടു. ഒപ്പം പാർശ്വവൽക്കൃതരാണ്, സ്ത്രീകൾക്കാണ് അതിന്റെ നഷ്ടം കൂടുതലായി ഉണ്ടാകുന്നത്. ആ അർത്ഥത്തിൽ കൂടി അതിനെ പരിശോധിക്കണം ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ. ശ്രീ ഡിജോ കാപ്പൻ. അല്ല, എന്തായാലും സാലി മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണ മേഖലകളിലും ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിലും തുറപ്പിക്കുന്ന ശ്രീ ഡിജോ കാപ്പൻ ഇടപെടുകയല്ല, സമഗ്രമാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നടപടി 3 മേഖലകളിലും ഉണ്ടായിരുന്നു. KG ദിനകർ തിരുവിതാംകൂറിൽ നിന്ന്, സാലി മുഹമ്മദ് മധ്യ കേരളത്തിൽ നിന്ന്, മലബാറിൽ നിന്ന് PV കുട്ടൻ, 3 തട്ടിപ്പിന് സമാനത. അല്ല, അപ്പൊ കേരളം മുഴുവൻ ഈ തട്ടിപ്പ് നടക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഒരു അപകടവും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേരളത്തിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു ഹർത്താൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കഴിഞ്ഞ ഇതുപോലെ ഒരു പരിശോധന നടന്നു കഴിഞ്ഞപ്പോൾ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരുടെ മുട്ടുകാല് തല്ലിയൊടിക്കും. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാ. എന്തായാലും ബഹുമാനപ്പെട്ട മേരി ടീച്ചർ പറഞ്ഞ ഒരു കാര്യം ഇതിനോട് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതായത് വാറ്റായിരുന്നപ്പം 5% ടാക്സ് ആയിരുന്നു. അപ്പോൾ ഇവര് പറഞ്ഞിരുന്നു കൂടുതൽ ടാക്സ് ആണെങ്കിൽ ആളുകൾ ടാക്സ് തരാൻ സമ്മതിക്കില്ല, അതുകൊണ്ട് ടാക്സ് കുറയ്ക്കണം. ടീച്ചർ പറഞ്ഞ പോലെ നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 28% വരെ ടാക്സ് കൊടുക്കുമ്പോൾ സ്വർണത്തിന് എന്തിനാണ് കുറച്ചത് എന്നൊരാക്ഷേപം ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞ കൂടുതൽ റവന്യൂ കിട്ടുമെന്നാണ്. ഇതിനൊരു ചരിത്രമുണ്ട്. വാറ്റായിരുന്നപ്പം 2 കോടി വരെയുള്ള സ്വർണ്ണ കച്ചവടക്കാർക്ക് ഇത് കോമ്പൗണ്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്യുമ്പം ഈ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ കടയിൽ കയറി പരിശോധിക്കാല. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്, 1% പണം അടച്ചാൽ മതി. പക്ഷെ അതിന് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നു. ആ 1% ജനങ്ങളിൽ നിന്ന്, അതായത് ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പണ്ട് 5% ആയിരുന്ന സമയത്ത് നല്ലൊരു ശതമാനം കച്ചവടക്കാരും ഈ കോമ്പൗണ്ട് സിസ്റ്റത്തിൽ വന്നിരുന്നു. പക്ഷെ 3% ആയപ്പോൾ ഈ 2 കോടിയുടെ പരിധിയിൽ നിന്നല്ല 10,000 രൂപ വരെ കച്ചവടമുള്ള കച്ചവടക്കാരും ഈ ഫെസിലിറ്റി അവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ ഇതിനകത്ത് കൃത്യമായ കള്ളത്തരം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇതിനകത്ത് ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതായത് 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിയാൽ നിങ്ങൾ 30,000 രൂപ ടാക്സ് കൊടുക്കണം. അതേസമയം ബില്ലില്ലെങ്കിൽ നിങ്ങൾ ടാക്സ് തരണ്ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ സ്വർണം എടുക്കുന്ന മകളെ കെട്ടിക്കുന്ന സമയത്തൊക്കെയാണല്ലോ ആളുകൾ. അപ്പോൾ കല്യാണ ചെലവൊക്കെ ഓർക്കുമ്പോൾ എന്നാൽ 30,000 രൂപ കുറഞ്ഞു കിട്ടുവാണെങ്കിൽ ഒരു 1.25 പവനും കൂടെ കിട്ടുമല്ലോ എന്നുള്ള ഒരു തെറ്റായ കാൽക്കുലേഷൻ നികുതിദായകരായ ജനങ്ങൾ അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് മുമ്പേ സൂചിപ്പിച്ചതുപോലെ പിന്നീട് എന്തെങ്കിലും ഒരു ആവശ്യം വരികയോ അല്ലെങ്കിൽ ഈ സ്വർണത്തിന്റെ മാറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഗുണനിലവാരത്തെ കുറിച്ചോ ഒരു തർക്കമുണ്ടായാൽ ഈ കടയിൽ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങളുടേതല്ലോ, ഇത് നിങ്ങൾ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചതാ, ഞങ്ങളുടേതല്ലോ. എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കടലാസിന് ഒരു വിലയില്ല. അപ്പോൾ ഉപഭോക്താവും ഇക്കാര്യത്തിൽ വളരെ വിജിലന്റ് ആയിരിക്കണം. നമുക്ക് കേരളത്തിന്റെ പ്രത്യേകിച്ച് ഈ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വളരെ ദുർബലമാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മളൊക്കെ കൊടുക്കുന്ന പണം കൊണ്ടാണ് കേരളം കെട്ടിപ്പടുക്കേണ്ടത്. അപ്പോൾ ചെറിയ ഒരു എമൗണ്ട് ആണെങ്കിൽ അത് നമ്മുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ട് നിർബന്ധമായും നികുതി ബില്ല് ചോദിച്ചു വാങ്ങുവാൻ ഉപഭോക്താവ് തയ്യാറാകണം. അതുകൊണ്ട് അവന് നഷ്ടമുണ്ടാവില്ല. ഭാവിയിൽ ഈ സ്വർണ്ണ തീർച്ചയായും പറഞ്ഞോളൂ ഡിജോ കാപ്പൻ. കേൾക്കുന്നുണ്ട് ഡിജോ കാപ്പൻ. അപ്പൊ ഇടയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നമ്മള് ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കിക്കോ, കേരളത്തിൽ വളരെയധികം വ്യവസായങ്ങൾ അല്ലെ കടകൾ ഷോറൂമുകൾ വരുന്നുണ്ട്. പല ഷോറൂമുകളും പൂട്ടിപ്പോകുന്നുണ്ട്.
പക്ഷെ സ്വർണ്ണക്കട ഒരിടത്തും പൂട്ടിയതായിട്ട് കാണുന്നില്ല. സ്വർണ്ണ കച്ചവടക്കാര് അനുദിനം വളരുന്നു. നഷ്ടപ്പെടുന്നത് ആരാ? നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഉപഭോക്താക്കളായ ആളുകളാ. പണം കടം മേടിച്ചിട്ടും പെണ്ണിനെ കെട്ടിക്കുവാൻ 10ഉം 30ഉം അയൽവക്കക്കാരെ കാണിക്കുവാൻ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണിക്കുവാൻ കടം മേടിച്ചിട്ട് സ്വർണം വാങ്ങിക്കുക. അതുകൊണ്ട് ഇതിന്റെ ലൂസർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. ഇതുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കുന്നത് മുഴുവൻ വൻകിട സ്വർണ്ണ കച്ചവടക്കാർ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ സ്വർണ്ണാഭരണങ്ങളോടുള്ള ഒരു ആഭിമുഖ്യം കുറയുവാനും ഇത് ഇങ്ങനത്തെ ചർച്ച ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ കുടുംബത്തിന് എന്തെങ്കിലും ഒരു അവകാശപ്പെട്ട വീതം, നമുക്കറിയാം ഭൂമിയാണ് കൊടുക്കുന്നതെങ്കിൽ ദൂരെ അകറ്റിച്ചു വിടുന്നതെങ്കിൽ അത് വന്ന് കൃഷി ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഏതാണ്ട് സ്വത്തിന്റെ ഒരു വീതം അത് സ്വർണമായിട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കളിപ്പിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ അല്ലെങ്കിൽ നികുതി പണം, സർക്കാരിന് കിട്ടേണ്ട പണം അവിടെ ഊറ്റിയെടുക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഉപഭോക്താക്കളും കൂടി ഒന്ന് കണ്ണു തുറന്ന് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിന് ഇതുപോലെയുള്ള ചർച്ച, ഈ ഒളി ക്യാമറ സ്റ്റിംഗ് ഓപ്പറേഷൻ വളരെ ഉപകരിക്കും എന്ന് തന്നെയാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. തീർച്ചയായും വളരെ അടിവരയിടേണ്ട ഒന്നാണ് ശ്രീ ഡിജോ കാപ്പനും മുമ്പോട്ട് വെച്ചത്. അതായത് പ്രഥമ ദൃഷ്ടിയാൽ നമ്മെ സഹായിക്കാനാണെന്ന് സാധാരണക്കാരന് തോന്നും. പക്ഷേ സാധാരണ മിഠായിയോ ചോക്ലേറ്റോ മേടിക്കുന്നത് പോലെയല്ല. സ്വർണം ഒരു അസറ്റാണ്, സ്വർണം ഒരു സ്വത്താണ്. അതിന്റെ മൂല്യം നിലനിർത്തേണ്ടതുണ്ട്. അത് മാത്രമേ ക്രയവിക്രയങ്ങൾക്ക് ഉപകാരപ്പെടൂ. നാളെ ഇത് വിൽക്കാൻ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ വെച്ചു എന്നതിന്റെ പേരിൽ ഒരു പക്ഷേ നമ്മെ പിടിക്കപ്പെട്ടാൽ, ഈ ബില്ലില്ല എങ്കിൽ നാം വലിയ പ്രതിസന്ധികളിലേക്ക് അകപ്പെടും. ഭാവിയിൽ നമ്മുടെ സ്വർണത്തിന് മൂല്യവത്തായ രീതിയിലുള്ള ഗുണം കിട്ടില്ല. കല്ലിന്റെ പേരിൽ കുറയ്ക്കും, പണിക്കൂലിയുടെ പേരിൽ കുറയ്ക്കും. ഇതൊന്നും അവരുടേതായ ഉത്തരവാദിത്വങ്ങളിൽ രൂപപ്പെടില്ല. ഇങ്ങനെ ബില്ലില്ലെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങളെ കബളിപ്പിക്കാനുള്ള വലിയ മേഖലകളാണ് ഈ വമ്പന്മാർ നടത്തുന്നത്. സാധാരണക്കാർ അതിൽ വീഴരുതെന്നാണ് ഡിജോ കാപ്പൻ ആഡ് ചെയ്തത്. ശ്രീമതി മേരി ജോർജ്, താങ്കൾക്ക് എന്തോ പറയാനുണ്ട് എന്ന് പറഞ്ഞു ഈ ഘട്ടത്തിൽ. ഇവിടെ എനിക്ക് സംഭാവന ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മധ്യ കേരളത്തിൽ നിന്നുള്ള മലയാളം വാരിക ഒരിക്കൽ എന്നോട് സ്വർണത്തെ പറ്റി ചോദിച്ചപ്പോൾ ഞാനൊരു ലേഖനം എഴുതി കൊടുത്തു. ആ ലേഖനം എഴുതുന്നതിന് മുൻപ് ഞാൻ ചില സ്വർണ്ണ വ്യാപാരികളുമായിട്ട്, സൗഹൃദത്തിലുള്ള സ്വർണ്ണ വ്യാപാരികളുമായിട്ട് ഡിസ്കസ് ചെയ്തു. അവര് പറഞ്ഞു 22 കാരറ്റ് സ്വർണം 916 ഗോൾഡ് എന്ന് പറയുന്ന ആ സ്വർണം നിങ്ങൾ ഉരുക്കുകയാണെങ്കിൽ 9 കാരറ്റ് മുതൽ, ഇത് കേൾക്കട്ടെ എല്ലാവരും, 9 കാരറ്റ് മുതൽ 22 കാരറ്റ് വരെ ആയിരിക്കും. സ്വർണം എടുത്ത് അതിൽ എന്തുമാത്രം പണി ചെയ്യുന്നുവോ നാം കാണാറുണ്ടല്ലോ. ഇങ്ങനെ ആഭരണ വിഭൂഷിതയായിട്ട് പെൺകുട്ടികളെ കണ്ടാല് ശരിക്കും പറഞ്ഞ എനിക്ക് ഓക്കാനം വരാറുണ്ട് അങ്ങനെ പെൺകുട്ടികളെ കാണുമ്പോൾ. അപ്പം എന്റെ വീട്ടിലേക്ക് എന്റെ ഒരു മരുമകൾ അങ്ങനെ കയറി വരികയാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ സ്വർണ്ണം ഇട്ട് കയറി വരാൻ. അപ്പൊ അങ്ങനെ കാണിക്കുന്ന ആ സ്വർണം, ആ വ്യാപാരികൾ പറയുകയായിരുന്നു, നിങ്ങൾ 1 കിലോ സ്വർണം മകൾക്ക് സ്ത്രീധനമായി കിട്ടി, അതായത് 125 പവൻ സ്വർണം കിട്ടിയെന്നിരിക്കട്ടെ, ഒരാവശ്യം വന്ന് ഒരു അസറ്റ് എന്ന രീതിയിൽ ആ സ്വർണം നിങ്ങൾ തിരിച്ച് കടയിൽ കൊണ്ടുവന്ന് ബില്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിൽക്കാൻ ചെന്നാല് ഇതുപോലെ ഈ 9 കാരറ്റ് മുതൽ 22 കാരറ്റ് വരെ അതിന്റെ കാരറ്റ് കുറഞ്ഞു പോകുന്നു അവര് ക്വാളിറ്റി നോക്കുമ്പോ. അതുകൊണ്ട് നിങ്ങൾക്ക് 125 പവന്റെ സ്ഥാനത്ത് 60 പവന്റെ വില പോലും കിട്ടുകയില്ല. അപ്പൊ ഇത് പറഞ്ഞ് ഈ വിറ്റ കടക്കാരന് തന്നെ ഇത് പറഞ്ഞ് മാറ്റാനൊക്കില്ല. അതുകൊണ്ട് കല്ലിന്റെ കുറവ്, അതിന്റെ കുറവ്, ശുദ്ധി കുറവ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് 60 പവന്റെ വില പോലും കിട്ടുകയില്ലെന്ന് വ്യാപാരികൾ തന്നെ എന്നോട് പറഞ്ഞതാണ്. ഞാനത് ആ ലേഖനത്തിൽ എഴുതി. ആ ലേഖനം വായിച്ച മഹാരാജാസ് കോളേജിലെ പെൺകുട്ടികള് ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു സെമിനാർ തന്നെ സ്വർണത്തിനെതിരായിട്ട് നടത്തി. വെരി ഗുഡ്. തീർച്ചയായും അജിത് ലോറൻസ്, അതായത് നഷ്ടം എപ്പോഴും സാധാരണക്കാരന് മാത്രം. നാടിന് വരുന്ന നഷ്ടം, അതുവഴി സാധാരണക്കാരന് വരുന്ന നഷ്ടം, നേരിട്ട് അവന്റെ സ്വർണത്തിന്റെ മൂല്യം കുറയുന്നു എന്നത് വഴി വരുന്ന നഷ്ടം പ്രഥമ ദൃഷ്ടിയാൽ അല്പം കുറയ്ക്കും. നേടുന്നതാകട്ടെ ഈ വമ്പന്മാർ, ഈ സ്വർണ വ്യാപാരികളായ വമ്പന്മാർ. ഞങ്ങളുടെ ഒളിക്യാമറയിൽ കണ്ടല്ലോ, 3 പ്രദേശത്തും എസ്റ്റിമേറ്റ് ബില്ല് കൊടുക്കും. എന്നിട്ട് യഥാർത്ഥ ബില്ലില്ലാതെ GST കബളിപ്പിക്കും സാധാരണക്കാരനെയും ഈ ഉപഭോക്താവിനെയും. അജിത് ലോറൻസ്, അതായത് നേരത്തെ നമ്മുടെ KG ദിനകരൻ റിപ്പോർട്ട് ചെയ്തത് തന്നെ അജിംഷാദ് പറഞ്ഞല്ലോ. അതായത് ഈ എസ്റ്റിമേറ്റ് ബില്ലെന്ന് പറയുന്നുണ്ട്, നമ്മൾ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്ന് കൂടെ കൂട്ടിക്കൊള്ളൂ. എസ്റ്റിമേറ്റ് ബില്ല് തരുമ്പോൾ ഇത് നമുക്ക് സാധനം ഗോൾഡ് എടുത്ത് തരുന്ന, ആഭരണങ്ങൾ എടുത്ത് തരുന്ന സെയിൽസ്മാൻ ഉണ്ട്. സെയിൽസ്മാൻ ഈ എസ്റ്റിമേറ്റ് ബില്ലിട്ടിട്ട്
നമ്മൾ സെയിൽസ്മാനോട് ആവശ്യപ്പെട്ടാൽ വില കുറയ്ക്കില്ലേ എന്ന് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം ഒരു രീതിയിൽ ഒരു വില കുറച്ച് തരും. നമ്മളടുത്ത് മാനേജറെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലെവലിൽ കുറച്ചുകൂടി കുറച്ച് തരും. വീണ്ടും നമ്മൾ അതിന് കൂടിയ ഉദ്യോഗസ്ഥനുണ്ടെന്നും പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുറയ്ക്കും. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ എസ്റ്റിമേറ്റ് ബില്ല് തന്നെ അവർ വളരെയധികം കൂട്ടിയാണ്. അപ്പം സാധാരണ ഉപഭോക്താവ് എന്ന് പറയുന്നവർ പോയി മേടിക്കുമ്പോൾ വില എത്ര കുറച്ച് കിട്ടും എന്നുള്ളത് ചോദിച്ചിട്ടാണ് പോകുന്നത്. ഇത് തിരിച്ചു കൊടുക്കാൻ ഇതേ കടയിൽ പോയാൽ ഇവർക്ക് എല്ലാവർക്കും ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളാണെങ്കിൽ അവർക്ക് അവരുടെ സ്വർണം കണ്ടാൽ അറിയാം. സ്വർണം കൃത്യമായിട്ട് അവരുടെ ബ്രാൻഡിനെ അവർക്കറിയാം. പക്ഷെ നമ്മുടെ ബില്ല് കൊണ്ടുപോയിട്ട് ഇല്ലാതാണെങ്കിൽ പോലും അവിടെ കൊണ്ടുപോയാൽ അവരുടെ സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ മാത്രം അവർ തിരിച്ചെടുക്കും. പക്ഷേ ഈ പണിക്കൂലി അന്നും നമ്മുടെ നിന്ന് മേടിച്ച ടാക്സ് ഇതെല്ലാം കുറഞ്ഞിട്ട് നേരത്തെ ഇവിടെ മേരി ടീച്ചർ പറഞ്ഞതുപോലെ 1 ലക്ഷം രൂപയുടെ സാധനത്തിന് 60,000 രൂപ തികച്ച് കിട്ടില്ല. ആ രീതിയിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് സത്യം. അതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അനുഭവങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് അദ്ദേഹം പറഞ്ഞത്. പ്രൊഫസർ മാർട്ടിൻ പാട്രിക് ചേരുകയാണ്. പ്രൊഫസർ മാർട്ടിൻ, അതായത് ഇവിടെ സാമ്പത്തിക വിദഗ്ധയായ മേരി ജോർജ് സൂചിപ്പിച്ചു, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അവരുടെ പഠനത്തെ ഉദ്ധരിച്ചും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ പഠനത്തെ ഉദ്ധരിച്ചും, അതായത് 6000 കോടി രൂപയാണ് ഇത്തരത്തിൽ ഇവിടെ കബളിപ്പിക്കപ്പെടുന്നത്. 6000 കോടി രൂപയുണ്ട് എങ്കിൽ ഈ നാടിനെ സമ്പന്നമായ രീതിയിൽ പടുത്തുയർത്താനാകും. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ പ്രഥമമാണ് ഈ സ്വർണവമ്പന്മാർ നടത്തുന്ന വെട്ടിപ്പ്. അങ്ങനെ പറയാമോ? അല്ല, അതിൽ വസ്തുതയുണ്ട്. കാരണം 1000 കോടി രൂപ കച്ചവടം നടന്ന സമയത്ത് നമുക്ക് കിട്ടിയത് 100 കോടി രൂപ വരുമാനമെങ്കിലും കിട്ടേണ്ട സമയത്ത്, നികുതി വരുമാനമായിട്ട് കിട്ടേണ്ട സമയത്ത് കിട്ടിയിരുന്നത് 21 കോടി രൂപയാണ്. അതിൽ നിന്നാണ് 12-13 427 കോടി രൂപയിലേക്ക് ഉയർന്നത്. ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച 2 ലക്ഷം കോടി രൂപയുടെ വ്യാപാരം നടക്കുന്നതാണ്. ഇനി അത് എത്ര കുറച്ച് പറഞ്ഞാലും 1.5 ലക്ഷം കോടി രൂപയാക്കോ? 1% ടാക്സ് വെച്ചാൽ പോലും 1500 കോടി രൂപ കിട്ടണം. അതിൻ്റെ 7 അയലത്ത് പോലും നമ്മളുടെ നികുതി വരുമാനം വരുന്നില്ല. അതൊരു വസ്തുതയാണ്. ഇത് സത്യത്തിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എസ്റ്റിമേറ്റ് ബില്ലിനെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് വിശകലനം ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അതിലെ വലിയ പ്രശ്നമാണ് എല്ലായിടത്തും. അതുപോലെ തന്നെ ഈ പണിക്കൂലിയിൽ വലിയ തട്ടിപ്പുണ്ട്. പണിക്കൂലി എന്ന് പറയുന്നത് ഇത് സൗകര്യാർത്ഥം പിന്നീട് ഏതാണ്ട് ഒരു 8% മുതൽ ഈ 30% വരെ പോകുന്ന രീതി. പാട്രിക് പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പണിക്കൂലി എന്ന് പറയുന്നത് 2 തരത്തിലാണ്. തൃശ്ശൂരിൽ ലോക്കലി ഉണ്ടാക്കുന്നതിന് പണിക്കൂലി വേറെയും സിംഗപ്പൂരിൽ നിന്നോ ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് വേറെയുമാണ്. ഇവിടെ കൃത്യമായിട്ട് പണിക്കൂലി എത്രയെന്ന് നമുക്ക് ആർക്കും ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. മെഷീനിൽ ചെയ്യുന്നതുകൊണ്ട്, കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ട്. ഈ രീതിയിൽ പലതരത്തിലാണ്. മാറ്റുകുറവാണ്. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന, സിംഗപ്പൂരിൽ നിന്ന് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വർണത്തിന് വില കൂടുതലായിരിക്കും. കേരളത്തിൽ നിന്ന് മേടിക്കുന്ന ഇതേ പറയുന്ന എഴുതി കാണിക്കുന്ന വിലയിൽ തന്നെ കേരളത്തിൽ നിന്ന് മേടിക്കുന്നതിന് ഇരട്ടി വിലയും അവർ ചോദിക്കുന്നുണ്ട്. ഈ തൊഴിലിന്റെ പണിക്കൂലി എന്നുള്ള അർത്ഥത്തിൽ ഈ രീതി. എന്നിട്ട് ഇതേ സാധനത്തിന് പണിക്കൂലി കൂടുതൽ മേടിക്കുകയും ചെയ്യും. നമുക്ക് അതിന് മാറ്റം കുറവായിരിക്കും എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളത്. ലാൽകുമാർ, ടാക്സ് ഇല്ല ഇവിടെ, ടാക്സ് ഇല്ല ഇവിടെ, നിങ്ങൾക്ക് ടാക്സ് ഒടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് ചില സ്ഥാപനങ്ങൾ. കേരളത്തിലെ വമ്പന്മാരായ വലിയ വലിയ സ്ഥാപനങ്ങൾ. പക്ഷേ ദോഷം പറയരുത്, നല്ല രീതിയിൽ ബില്ലും ടാക്സും കൃത്യമായി അടയ്ക്കുന്ന വലിയ ഒരു ശതമാനം ആൾക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, വ്യാപാരികളുണ്ട്. അവരൊക്കെ വളരെ ക്രെഡിബിളായി തന്നെയാണ് അത് നടത്തുന്നത്. പക്ഷേ 70% അതിന് പുറത്താണ്. ടാക്സ് ഇല്ല ഇവിടെ എത്തൂ.
നിങ്ങൾക്ക് ലാഭത്തിൽ സ്വർണം നേടാം. നാടിനെയും അവനടങ്ങുന്ന നാട്ടാരെയും കബളിപ്പിക്കാൻ, അവന്റെ കീശ മാത്രം വർദ്ധിപ്പിക്കാൻ, ടാക്സ് ഇല്ല എന്നത് മാർക്കറ്റിംഗ് തന്ത്രമാക്കുന്ന ഈ നാട്ടിൽ ശ്രീലാൽ കുമാർ. അല്ല, വളരെ ശരിയാണ്. നമുക്ക് ചരിത്രപരമായി നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് അല്ലെ ഈവൻ പുരുഷന്മാർക്ക് പോലും ഈ സ്വർണവുമായിട്ടൊരു ബന്ധമുണ്ട്. കാര്യം അവർ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ വെസ്റ്റേൺ നേഷൻസിൽ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇതൊന്നുമില്ല, അവരൊന്നും ഉപയോഗിക്കത്തില്ല. പരമാവധി ഒരു കല്യാണത്തിന് പോലും പറഞ്ഞു ഓക്കാനം വരും. അല്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. പോട്ടെ, റിങ് എനിക്ക് തോന്നുന്നില്ല മനുഷ്യരത് എൻജോയ് ചെയ്യും. വിദ്യാസമ്പന്നരായ മനുഷ്യർ ഒരു കാരണവശാലും ഇങ്ങനെ ആഭരണ വിഭൂഷിയായിട്ട് ഒരു പെണ്ണ് മുൻപിൽ വന്ന് നിൽക്കുന്ന ഇഷ്ടപ്പെടുകയേയില്ല. അവളുടെ ഭാരത്തേക്കാൾ കൂടുതലാണ് അവളിട്ടിരിക്കുന്ന സ്വർണത്തിന്റെ ഭാരം എന്ന രീതിയിൽ. അതായത് ഞാൻ ഓർക്കാറുള്ളത് എന്താണെന്നറിയാമോ, ഇങ്ങനെയുള്ള ഭാര്യയെ ചേർത്ത് പിടിച്ചോ അല്ലെങ്കിൽ പുറകെയോ കൊണ്ടുപോകുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു പണച്ചാക്കോ അല്ലെങ്കിൽ. ശരിയാണ് മാഡം, അത് മറ്റൊരു വിഷയമാണ്. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യം, ഓരോരുത്തരുടെ അഭിരുചിയുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ എന്ത് അഭിരുചിയായാലും ഈ നാടിനെ കൊള്ളയടിക്കുന്നതോ, നമുക്കടക്കം ലഭിക്കേണ്ട ഈ നേട്ടം, പ്രത്യേകിച്ച് പ്രളയാനന്തരം ഈ നാട് തകർന്നടിഞ്ഞു. ഈ നാടിന് വിദേശ സഹായം പോലും കേന്ദ്ര സർക്കാർ. അജിൻഷാദ്, ഒരു കാര്യം ഓർക്കണം, സർക്കാരിന്റെ ഖജനാവിലേക്ക് നാം കൊടുക്കുന്ന പണം കൊണ്ടാണ് സർക്കാർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ പണം ഇറക്കേണ്ടത്. അപ്പൊ ആ സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം കൊടുക്കുന്നില്ല എന്ന് വെച്ചാൽ എങ്ങനെ സർക്കാരിന്റെ അടുത്ത് ചെലവഴിക്കാൻ? തീർച്ചയായും അത് ജനങ്ങളെ തന്നെ ദ്രോഹിക്കുന്നു. സ്വന്തം കീശ വർദ്ധിപ്പിക്കാൻ 6000 കോടി എത്തേണ്ടടുത്ത് 1000 കോടി പോലും എത്തുന്നില്ല എന്ന രീതിയിലേക്കാണ് കണക്കുകൾ പോകുന്നതെന്നാണ് പറയുന്നത്. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല ലാൽകുമാർ. ടാക്സ് ഇല്ല, കൃത്യമായ കണക്കുകളോടുകൂടിയാണ് മേരി മാം എത്തിയിരിക്കുന്നത്. ലാൽകുമാർ തുടരൂ. ടാക്സ് വെട്ടിപ്പില്ലെന്ന് ഞാൻ പറഞ്ഞ ചരിത്രപരമായി ഇതിനകത്തൊരു ബന്ധമുണ്ട്. അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തന്നെ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും സ്വർണ്ണാഭരണങ്ങളുടെ ഒരു അതുകൊണ്ടാണല്ലോ ഇവർ ചൂഷണം ചെയ്യുന്നത്. പക്ഷെ ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഞാൻ അതിന്റെ കൂട്ടത്തിൽ അതായത് ലാലിനോട് പിണങ്ങിയിട്ടല്ലേ, അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരുപാട് ആഭരണം കയറ്റി അവര് നൂല് പോലെ ഒരു മാലയുടെ അറ്റത്ത് ഒരു ചെറിയ ഡയമണ്ട് ഇട്ടിരിക്കും. അത് മാത്രം, അതിനോടൊപ്പം തന്നെ അവരുടെ താലിയും കാണും. കല്യാണം കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ കല്യാണം അതൊന്നുമില്ല. ഡയമണ്ട് അല്ല, പോട്ടെ, അതല്ല വിഷയം. കാരണം ഈ നാടിനെ കബളിപ്പിക്കുന്നതാണ് വിഷയം. നാം വിഷയം വഴി മാറിപ്പോയാൽ ഈ ചരിത്രപരമായ ഈ കണക്ഷൻ ഞാനത് അതിലേക്ക് തന്നെ തിരിച്ചു പോകും. ആ കണക്ഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് മാർക്കറ്റ് എപ്പോഴും ചെയ്യുക. എപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഈ ബില്ല് മേടിക്കാതെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രേഡ് നടക്കുന്നത് ഈ ഇൻഡസ്ട്രിക്ക് മാത്രം പ്രത്യേകതയൊന്നുമല്ല, എല്ലായിടത്തും ഇത് തന്നെയാണ്. ഇതിനകത്ത് 2 വിഷയങ്ങൾ എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ കച്ചവടക്കാരന്റെ എക്സ്പ്ലോയിറ്റിംഗ്, നമുക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ബില്ല് മേടിക്കണം എന്ന് പറയുന്നത്. അല്ലെ 3% ടാക്സ് സർക്കാരിന് കിട്ടണമെന്ന് ഉറപ്പിക്കേണ്ടതും കൺസ്യൂമറുടെ ഒരു ഡ്യൂട്ടിയാണ്. പക്ഷെ നമ്മളും ചെയ്യുന്നതന്നെ നോർമൽ കോഴ്സിൽ ഈ 3% നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. അത് നമ്മളവിടെ പരാമർശിച്ചില്ല. 90% സംഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് പരാമർശിച്ചു. പക്ഷേ കൺസ്യൂമർ അവിടെ ഒരു പൊതുജനം, ഇപ്പൊ ഉദാഹരണത്തിന് മദ്യം നാം വിൽക്കുന്നു. മദ്യത്തിന്റെ കാര്യത്തിലെ ബോധവൽക്കരണം വലിയ വിഷയമാണ്. പക്ഷേ അടിയന്തരമായി നമുക്കോ അധികൃതർക്കോ ചെയ്യാനാകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോ ഈ സ്വർണം വാങ്ങാനെത്തുന്ന സാധാരണക്കാരൻ അവന്റെ പരിമിതമായ ചിന്തയിലേക്കാണ് കാര്യങ്ങളെ ഒതുക്കുന്നത്. അവന്റെ ആ പരിമിതമായ ചിന്തയെ, അവന്റെ ആ പരിമിതമായ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് ഈ വമ്പന്മാർ കൊള്ളയടിക്കുമ്പോൾ നാടിനും അവനടക്കമുള്ള ഉപഭോക്താവ് അടക്കമുള്ള നാട്ടുകാർക്കും വരുത്തുന്ന വലിയ നഷ്ടം, ഭീമമായ നഷ്ടം. ആ കൂട്ടത്തിൽ ഒരു അതായത് ഇത് വലിയ മൂല്യമുള്ള ഉൽപ്പന്നമാണ്, ചെറിയ ക്വാണ്ടിറ്റിയിൽ വലിയ മൂല്യം. അതുകൊണ്ടാണ് ഇത് ഭീകരമായിട്ട് തീരുന്നത്. അതാണ് ഭീകരമായി തീരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഏതാണ്ട് ഡിസ്കാർഡ് ചെയ്തോളാം. എനിക്ക് തോന്നുന്നു ഇത് മാഡം പറഞ്ഞു. അതായത് പലരുടെയും അടിസ്ഥാനമായി നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ഈ നാടിനോടും ഈ ജനതയോടും മാത്രമാണ് ഞങ്ങളുടെ പ്രതിബദ്ധത, മാധ്യമ പ്രതിബദ്ധത. അതുകൊണ്ടാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിവിടെ അവസാനിപ്പിക്കണം. ലാൽകുമാർ തുടരൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും അല്ലെങ്കിൽ ഈ കമ്പനിക്കാർ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ലക്ഷ്യമാണ്. ആ കച്ചവടക്കാരുടെ ലക്ഷ്യത്തിനെ നമ്മൾ ഇരയായി പോകുന്ന മിക്കവാറും ഇതിനൊക്കെ മോഹവിലയാണ്. അജിത് ചേട്ടൻ പറഞ്ഞതുപോലെ
പണിക്കൂലി, പണിക്കുറവ്, ഇത് എത്ര ഇടുന്നത് എന്താ നമുക്കൊന്നും അറിയില്ല. ഒന്നത്. രണ്ടാമത്തെ, ഞാൻ ഒരു വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന്, ഞാൻ കടയുടെ പേരൊന്നും പരാമർശിക്കുന്നില്ല, അതൊക്കെ ചിലപ്പം ക്രെഡിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ പേരൊന്നും പറയേണ്ട കാര്യമില്ല. ഒരു കടയിൽ നിങ്ങളൊരു സ്വർണം വാങ്ങിക്കുന്നു, ആ കടയിൽ നിന്ന് മേടിക്കുന്ന സ്വർണം തന്നെ വേറൊരു കടയിൽ കൊണ്ട് കൊടുത്താൽ അതേ വില കിട്ടില്ല. അതാണ് മേരി മാഡം പരാമർശിച്ച കാര്യം. ബില്ലില്ലാത്തല്ല, കാര്യം സ്വർണത്തിന്റെ ക്വാളിറ്റിയാണ് അവിടുത്തെ പ്രശ്നം. ഇതിനകത്ത് ചെമ്പ് എത്ര ഉണ്ട്, ഇത് എത്ര ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പറഞ്ഞു ആ വിഷയം അഡ്രസ് ചെയ്യപ്പെടുന്നത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗോൾഡിന്റെ കേസുകെട്ടിൽ സംഭവിക്കുന്നത് നമ്മളുടെ ആൾക്കാരുടെ ഇഗ്നോറൻസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇഗ്നോറൻസിനെ ഒരിക്കലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ കൺസ്യൂമർ ബിൽ എന്ന് പറഞ്ഞൊരു ആശയം കേന്ദ്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ. അത് ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കിയിട്ടില്ല. അത് പാസ്സാക്കുമെന്നാണ് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ചിലപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷനും ട്രേഡിലൊക്കെ വ്യത്യാസം വരാണ്. നമ്മൾ കേരളത്തിന്റെ റവന്യൂ ഡെഫിസിറ്റ് വളരെ ഹൈ ആണ്. അത് മാഡം ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പോസ്റ്റ് ഡിസാസ്റ്റർ പീരീഡിൽ നമുക്ക് റവന്യൂവിന് വേണ്ടി നമ്മൾ ഓടി നടക്കുകയാണ്. നമ്മൾ ഇത് എങ്ങനെയും ഒക്കെ കെട്ടിപ്പടുത്താനായിട്ട് നോക്കി നടക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിക്കണം. ഒന്നത്, പിടിച്ചാൽ മാത്രം പോരാ, ഇവർക്ക് ഫൈൻ ഏർപ്പെടുത്തണം. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുക്കി നിർത്തി നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ബില്ല് കൊടുക്കുന്ന സംസ്കാരത്തിലേക്ക് ഇവിടുത്തെ ആൾക്കാരെ ബോധവൽക്കരിക്കണം. അതിനൊരു എഡ്യൂക്കേഷന്റെ കാര്യമുണ്ട്. കാര്യം അല്ലാതെ ചുമ്മാ നടക്കില്ല. ഇപ്പൊ ഒരു ആശുപത്രി ചെന്നൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ബില്ല് തരണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം അങ്ങേരെ റവന്യൂ അത് ഇതൊന്നും ഒരു എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവാണ് ഈ സാധനം. ഇപ്പൊ മിക്കവാറും കിട്ടില്ല. അപ്പൊ ആശുപത്രി ഇല്ലോ സാറിന് ഇങ്ങനെ ഒരു 150 രൂപ 200 രൂപ എടുത്ത് പൊതിഞ്ഞ് പുള്ളിയുടെ കൈ കൊടുത്തു. ഇത് ആ പണം ബ്ലാക്കോ ഇല്ലീഗലോ ആണ്. ഇത് കാസ്കേഡിങ് ഇഫക്റ്റ് ആണ്. ഇതിനൊരു കൈൻഡ് ഓഫ് മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്. ഇത് നാടിനെ എപ്പോഴും നശിപ്പിക്കത്തേ ഉള്ളൂ, ഒരു സംശയവും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പോസ്റ്റ് ഡിസാസ്റ്റർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പം കേന്ദ്ര സർക്കാർ പോലും ശ്രമിക്കുന്നത്, ജെയ്റ്റ്ലി അത് വളരെയധികം കോഷ്യസ് ആയിട്ട് നോക്കിയൊരു കാര്യം, നമ്മൾ ക്രെഡിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് സ്വർണത്തിന്റെ ഇമ്പോർട്ട് വളരെ കൂടുതലാണ്. നമ്മുടെ വിസിബിൾസിൽ ഉള്ള ട്രേഡ് ഡെഫിസിറ്റ് ഇത്രയും കൊടുക്കുന്നതിന്റെ സ്വർണത്തിന്റെ വരവാണ്. അതിനെ നമുക്ക് അക്കൗണ്ട് ചെയ്യാനായിട്ട് ഗോൾഡുമായിട്ട് ബില്ലിൽപ്പെടാതെ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. ബോണ്ടുകളെ സംബന്ധിച്ച് വളരെ പ്രമുഖമായ ചില വാർത്താ സ്രോതസ്സുകൾ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ബോണ്ടുകൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിച്ചായിരുന്നു, കേന്ദ്ര സർക്കാർ. അപ്പൊ ഇതിനെ അഡ്രസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്, എല്ലാ മേഖലയിലും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും കള്ളത്തരം നടക്കുന്നത്, പരമാവധി കള്ളത്തരം നടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ വാല്യൂ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ഒന്ന് അൺസർട്ടനിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യുക. അതാണ് ശ്രീ മാർട്ടിൻ പാട്രിക്. അതായത് ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത് ആരൊക്കെയാണെന്നറിയാമോ? തിരുവനന്തപുരം ഭാഗത്ത് അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഗത്ത് ഞങ്ങളുടെ ഒളിക്യാമറയിൽ കുടുങ്ങിയത്, KG ദിനകരന്റെ ഒളിക്യാമറയിൽ കുടുങ്ങിയത് കായംകുളം അറേബ്യൻ ജ്വല്ലറിയാണ്. കായംകുളം അറേബ്യൻ ജ്വല്ലറി. പെരുമ്പാവൂരിലാകട്ടെ, മധ്യ കേരളത്തിലേക്ക് പോകുമ്പോൾ പെരുമ്പാവൂരിലെ നക്ഷത്ര, മലബാർ പ്രദേശത്തേക്ക് പോകുമ്പോൾ കാഞ്ഞങ്ങാട് മിനാർ ഗോൾഡ്. ഇവർ മൂന്നും മാത്രമല്ല, ഇനിയുമുണ്ട് വമ്പന്മാർ. ഞങ്ങൾ ഓരോ ദിവസങ്ങളായി ഇതിന്റെ ആഴത്തിൽ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ കുടുങ്ങിയത് 3 വമ്പന്മാർ, 3 പ്രദേശങ്ങളാണിതെങ്കിലും എസ്റ്റിമേറ്റ് ബിൽ എന്ന രീതിയിലും കബളിപ്പിക്കലിന് പൊതുമാനമുണ്ട്. ഒരു പൊതുമാനത്തിലാണ് കബളിപ്പിക്കുന്നത് മാർട്ടിൻ പാട്രിക്. ഇതെല്ലാം വളരെ ശരിയാണ്. പിന്നീട് ഇതിപ്പം ഇത് ആദ്യമായിട്ടൊന്നുമല്ല സ്വർണ്ണ മേഖലയിൽ എസ്റ്റിമേറ്റ് ബില്ല് തയ്യാറാക്കിയിട്ട് കച്ചവടം ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ടല്ല സ്വർണ്ണ വ്യാപാരികൾ നികുതി വെട്ടിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഉപഭോക്താക്കൾ പിന്നീട് ബില്ല് ആവശ്യപ്പെടാതെ GST ഒഴിവാക്കിയിട്ട് സ്വർണം വാങ്ങിക്കാൻ തയ്യാറാകുന്നത്. ഈ പ്രശ്നങ്ങളെ സമഗ്രമായിട്ട് പഠിച്ചിട്ട് വേണ്ടും വണ്ണം അത് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്തതും ഒരു വലിയ വീഴ്ചയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇവിടെ നടക്കുന്ന ചർച്ചയിൽ ഇതിന്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻ ചർച്ചയല്ല നമ്മളിപ്പോ കൊണ്ടുപോകേണ്ടത്. അതിന്റെ സോഷ്യൽ ഇംപ്ലിക്കേഷൻ ചർച്ച നമുക്ക് ചെയ്യാം. ഇപ്പോഴും നമ്മുടെ സർക്കാരിന്റെ എക്സ്ചക്കറിലേക്ക് നഷ്ടമാകുന്ന റവന്യൂ, ഒപ്പം തന്നെ ഉപഭോക്താവിന്റെ മനോഭാവം, അതേസമയം തന്നെ വിൽപ്പനക്കാർ നടത്തുന്ന നിലപാട്, അവരുടെ നിലപാട് ഒക്കെ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ചർച്ചയെ കൊണ്ടുപോകേണ്ടത്.